അമേരിക്ക ആസ്ഥാനമായ മോട്ടറോള കമ്പനിക്ക് എന്നും ഒരു ഫാൻസ് ആരാധക വൃന്ദം സ്വന്തമായിട്ടുണ്ടായിരുന്നു. അവരുടെ ആദ്യകാല ഫോൺ മുതൽ ജി സീരീസ് വരെ പ്രത്യേകത നിലനിർത്തി പോകുന്ന ഒരു കമ്പനിയാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് റാഷ് അൺബോക്സിംഗ് തെറാപ്പി ചാനൽ. ഇന്ന് നമുക്ക് മോട്ടറോള G7 പവർ മോട്ടറോള G7 പവർ എന്ന ഡിവൈസിന് നമുക്ക് പരിചയപ്പെടാം. നിങ്ങൾ റാസ് അൺബോക്സിംഗ് തെറാപ്പി ചാനൽ ഫസ്റ്റ് സബ്സ്ക്രൈബ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് അൺബോക്സിംഗ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാൻ അത് സഹായകമായിരിക്കും. ഇതൊരു ഫുള്ളി ഗ്രീൻ ബോക്സിലാണ് വന്നിട്ടുള്ളത്. ബോക്സ് തുറന്ന് നോക്കാം. ഹാൻഡ്സെറ്റ് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ബോക്സിൽ എന്താ ഉള്ളതെന്ന് നോക്കാം. ഫുള്ളി ഗ്രീൻ ബോക്സാണ്. ഹലോ മെട്ടോ, ഒരു സ്ക്രീൻ പ്രൊട്ടക്ടർ, അതുപോലെയുള്ള കാറ്റലോഗ്സ്, സിം ഇജക്ടർ തനിയെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഹെഡ്ഫോൺ, മോട്ടറോള ബ്രാൻഡിങ്ങുള്ള ഹെഡ്ഫോൺ, ചാർജിങ് കേബിൾ USB കേബിളാണ്. C type കേബിൾ, ഇവിടെ ടർബോ ചാർജർ, ടർബോ പവർ ചാർജർ, 18 വാട്ട്സിൻ്റെ സൂപ്പർ ഫാസ്റ്റ് ചാർജറാണ്. ബോക്സുകൾ നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു പൗച്ചും കൂടെ വന്നിട്ടുണ്ട്. ഹെൽമെറ്റ് ഇതിട്ടിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. സിലിക്കൺ പൗച്ച്, അവർ ട്രേഡ് മാർക്കായ റൗണ്ട് കട്ടൗട്ട് ക്യാമറ, ഇത് സെറാമിക് ബ്ലാക്കാണ്. പ്ലാസ്റ്റിക് ബോഡി, ഫ്രണ്ട് ഗ്ലാസ് മുഴുവൻ പ്ലാസ്റ്റിക് ബോഡിയാണ്. ബോട്ടം സ്പീക്കർ, ബോട്ടമിൽ സ്പീക്കറില്ല. റിവേഴ്സബിൾ C ടൈപ്പ് കണക്ടറാണ്. USB ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുള്ളത്. സിം ഡ്യുവൽ സിമ്മാണ്. സിം പോർട്ട്, ഡ്യുവൽ സിം പോർട്ട്, മെമ്മറി അപ് ടു 1 TB വരേക്കും സപ്പോർട്ടഡാണ്. പവർ ബട്ടൺ, വോളിയം ക്രോസ് കേസ്, 3.5 mm headphone jack, mic,
പേര് പോലെ തന്നെ മോട്ടോ G7 പവർഫുള്ളായ ഒരു ഹാൻഡ്സെറ്റാണ്. 5000 mAh ബാറ്ററിയാണ്. വളരെ പവർഫുൾ ഒരു ഡിവൈസാണ്. ചാർജിങ് ബാറ്ററിയെ പറ്റി ആശങ്കപ്പെടേണ്ടതേ ഇല്ല. 6.2 HD+ മാക്സ് വിഷൻ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. ക്വാൽക്കം സ്നാപ്ഡ്രാഗൺ 632 ചിപ്സെറ്റ്, 12 MP റിയർ ക്യാമറ, 8 MP ഫ്രണ്ട് ക്യാമറ, മോട്ടോ എക്സ്പീരിയൻസ്, മോട്ടോ സോഫ്റ്റ്വെയർസ്, ഫിംഗർ പ്രിൻറ്റ് റിയർ മൗണ്ടഡ് ഫിംഗർ പ്രിൻ്റാണ്. മോട്ടോ ലോഗോ കൊടുത്തിട്ടുണ്ട്. മോട്ടോറോള ലോഗോ ഉണ്ട്. പീൽ ചെയ്ത് നോക്കാം. ഒരു ഗ്ലോസി ഫിനിഷാണ്. പൊതുവെ മോട്ടോറോള സെറ്റുകളെല്ലാം ഹാൻഡ്സെറ്റുകളെല്ലാം വളരെ തിക്കായിട്ട് തന്നെയാണ് വരുന്നത്. ബട്ട് പവർഫുള്ളാണ്. നല്ല ബാറ്ററി, നല്ല ക്യാമറ ക്ലിയറിറ്റി എല്ലാം ഉണ്ട്. ഫ്രണ്ട് ക്യാമറ 8 MP. സ്പീക്കർ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഓൺ ചെയ്ത് നോക്കാം. സ്റ്റോക്ക് ആൻഡ്രോയിഡാണ്. LTPS IPS LCD ഡിസ്പ്ലേ ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഡിജിറ്റൽ വെൽബീയിങ് ഇപ്പോൾ പ്രൊമോഷണൽ ഡിവൈസിൽ വരുന്നുണ്ട്. ഡിജിറ്റൽ ടൈം യൂസേജ് നമുക്ക് കൺട്രോൾ ചെയ്യാനാണ്. അതായത് കൂടുതൽ മൊബൈൽ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആൻഡ്രോയിഡിലും എല്ലാം വരുന്ന കാണപ്പെടുന്ന ഒരു ഓപ്ഷനാണ്. ടൈം സെറ്റ് ചെയ്ത് എത്ര ഉപയോഗം കൺട്രോൾ ചെയ്യാവുന്നതാണ്. എയ്റ്റ് മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറ, സ്പീക്കർ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുള്ളത്, എല്ലാം അടങ്ങുന്ന ഒരു നോച്ചാണുള്ളത്. ഫുൾ ഡിസ്പ്ലേ ആണ്. നല്ലൊരു ഗസ്റ്റർ എക്സ്പീരിയൻസ് ആണ് മോട്ടോറോള ഹാൻഡ്സെറ്റുകൾ പൊതുവെ നമുക്ക് സമ്മാനിക്കാറുള്ളത്. അതിനായിട്ട് തന്നെ അവർ പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ആക്ഷൻസ് ഗസ്റ്റർ സോഫ്റ്റ്വെയറുകളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ ഹാൻഡ്സെറ്റിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിലെ ബാറ്ററി തന്നെയാണ്. ലൈപ്പോ 5000 mAh ബാറ്ററിയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ടർബോ ഫാസ്റ്റ് ചാർജിങ്, 15 മിനിറ്റ് കൊണ്ട് പകുതിയോളം ചാർജ് ആകുന്ന സൂപ്പർ ടർബോ ചാർജിങ് ബ്രിക്കാണ്
ഇതിൻ്റെ കൂടെയുള്ളത്. C type charging connector, round cutout camera, വളരെ ഫാസ്റ്റുള്ള ഫിംഗർ പ്രിൻ്റ് തന്നെ സെൻസറാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. സ്മൂത്ത് UI സ്റ്റോക്ക് ആൻഡ്രോയിഡാണ്. ക്യാമറ 12 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ്. റെക്കോർഡിംഗ് വീഡിയോ വല്ലാത്ത സ്റ്റെബിലൈസേഷൻ ഉണ്ട്. നമ്മളിപ്പോൾ പരിചയപ്പെട്ട ഈ മോഡൽ 4GB റാമും 64GB റോമും ഉള്ള ഒരു വേർഷനാണ് മോട്ടറോളയുടെ G7 പവർ. 5000 mAh ബാറ്ററി പവറുള്ള ടർബോ ചാർജിങ് കേപ്പബിലിറ്റിയുള്ള 18 വാട്ട്സിൻ്റെ ചാർജർ ഉൾക്കൊള്ളുന്ന ഒരു സൂപ്പർ മോഡൽ. ഇതിൻ്റെ ഒരു വില എന്ന് പറയുന്നത് ഇന്ന് ഫ്ലിപ്പ്കാർട്ടിൽ 12,380 രൂപയാണ് ഇപ്പോൾ ഇത് വിൽക്കപ്പെടുന്നത്. നിങ്ങൾക്ക് ഈ മൊബൈൽ വാങ്ങുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പോയി പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദവും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള ഈ മൊബൈലിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ദയവായി രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതുപോലുള്ളൊരു കിടിലൻ അൺബോക്സിങ്ങുമായി ഇനിയും ഞാൻ വരും. അതുവരെ നിങ്ങൾ കാത്തിരിക്കുക. ഓക്കെ, ബൈ.